ഓക്കെ, സോ വിവോയുടെ സീരീസ് ടി കുടുംബത്തിലേക്ക് ഒരു പുതിയ മെമ്പർ കൂടെ വന്നിരിക്കുകയാണ്. സോ സീരീസ് ടി എന്ന് പറയുമ്പോൾ വിവോ T4X ഉണ്ട്, T4 കണ്ടു, T4R, T4 Ultra. ഇതാണ് പുതിയ വിവോ T4 Proയുടെ ബോക്സ്. 30,000 രൂപയുടെ താഴെയുള്ള പ്രൈസ് റേഞ്ചിലായിരിക്കും വരുന്നത്. ഓഫറൊക്കെ ചേർത്ത് ആക്ച്വലി 25,000 റുപ്പീസിന്റെ താഴെയും കിട്ടും. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഫോണുണ്ട്, TPU കേസ്, ഫാസ്റ്റ് ചാർജർ, ടൈപ്പ് സി ചാർജിംഗ് കേബിൾ, പ്ലാസ്റ്റിക് അല്ലെങ്കിൽ പോളി കാർബണേറ്റ് ബിൽഡിലാണ് വരുന്നത്. നൈട്രോ ബ്ലൂ ആൻഡ് ഈ കാണുന്ന ബ്ലേസ് ഗോൾഡ് ആണ് രണ്ട് കളർ ഓപ്ഷൻസ്. സോ ഈ ബ്ലേസ് ഗോൾഡ് കളർ ഓപ്ഷൻ എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടു. നല്ലൊരു പ്രീമിയം വൈബ് ഉണ്ട്. അതായത് ഇവിടെ ഒരു ഗോൾഡ് ഷെയ്ഡ് ഉണ്ട്, പിന്നെ ഫ്രെയിം ആണെങ്കിലും ക്യാമറ മോഡലിന് ചുറ്റുമുള്ള റിംഗ് ആണെങ്കിലും ഒരു ഗോൾഡ് പ്ലേറ്റിംഗ് ഫീൽ ആണ് കിട്ടുന്നത്. പിന്നെ നല്ല മാറ്റ് ഫിനിഷിൽ വരുന്നതുകൊണ്ട് സ്മഡ്ജസും കാര്യങ്ങളൊന്നും ഇവിടെ പറ്റി പിടിച്ചിരിക്കില്ല. പിന്നെ ബാക്കിൽ രണ്ട് സൈഡിലും ചെറിയൊരു പാറ്റേൺ പോലത്തെ ഒരു ഡിസൈൻ ആണ് തന്നിരിക്കുന്നത്. ക്യാമറ മോഡലിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും വിവോയുടെ തന്നെ X200 FE ആണ് നമുക്ക് ഓർമ്മ വരുന്നത്. പക്ഷേ ആ ഫോണിൽ ഫ്ലാറ്റ് ഫ്രെയിം ആൻഡ് ബോക്സി ഡിസൈൻ ആയിരുന്നു. ഈ ഫോണിൽ കേർവ്ഡ് ഫ്രെയിം ആണ് തന്നിരിക്കുന്നത്. സോ കയ്യിലെടുക്കുമ്പോൾ നല്ലൊരു കംഫർട്ടബിൾ ഫീൽ ആണ് കിട്ടുന്നത്. പിന്നെ ലൈറ്റ് വെയിറ്റ് ആണ്, സ്ലിം ആണ്. അതായത് 192 ഗ്രാം ആണ് വെയിറ്റ്, 7.5 mm ആണ് തിക്നെസ്. സോ ഞാൻ പറഞ്ഞതുപോലെ കയ്യിലെടുക്കാൻ നല്ല കംഫർട്ടബിൾ ആണ്. IP68 ആൻഡ് IP69 റേറ്റിംഗുമായാണ് വരുന്നത്. പിന്നെ ഡ്രോപ്പ് റെസിസ്റ്റന്റ് ആണ്. സോ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെയൊക്കെ അറിയാതെ വീണ്, ഞാനിപ്പം മനഃപൂർവ്വമാണ് വീഴ്ത്തിയത്, പക്ഷേ നിങ്ങളുടെ കയ്യിൽ നിന്ന് അറിയാതൊക്കെ വീണ് പോയാൽ കുഴപ്പമൊന്നുമില്ല, സേഫ് ആയിരിക്കും. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ അതിൻ്റെ അർത്ഥം വീട്ടിൽ ഇത് എറിഞ്ഞ് കളിക്കരുത്, വെള്ളത്തിൽ മുക്കി കളിക്കാൻ നോക്കരുത്. ഓക്കെ, എനിവേസ് ബാക്കിയെല്ലാം ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്യാം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ക്വാൾകോമിന്റെ ലേറ്റസ്റ്റ് സ്നാപ്ഡ്രാഗൺ 7 Gen 4 ചിപ്സെറ്റുമായാണ് വരുന്നത്. നല്ലൊരു ചിപ്സെറ്റ് ആണ്. അതായത് നല്ല സ്റ്റേബിൾ പെർഫോമൻസ് തരുന്ന ഒരു ചിപ്സെറ്റ് ആണ്. അങ്ങനെ ഭയങ്കരമായിട്ട് ഹീറ്റ് ഒന്നും ആവാറില്ല. അതാ കണ്ടില്ലേ, നല്ല പച്ച ഗ്രാഫ്, നല്ല ഗ്രീൻ ഗ്രാഫ് ആണ് കിട്ടിയിരിക്കുന്നത്. ത്രോട്ട്ലിംഗ് സ്റ്റെബിലിറ്റി 95% ആണ് കാണിക്കുന്നത്. സോ ഇറ്റ്സ് എ വെരി ഗുഡ് സ്റ്റേബിൾ ചിപ്സെറ്റ്. LPDDR4X ആണ് റാം, UFS 2.2 ആണ് സ്റ്റോറേജ്. ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ വിവോന് വേണമെങ്കിൽ UFS 3.1 കൊടുക്കാമായിരുന്നു. ഈ പ്രൈസിൽ UFS 2.2 സ്റ്റോറേജ് വരാറുണ്ടെങ്കിലും വേണമെങ്കിൽ 3.1 കൊടുക്കാമായിരുന്നു ആക്ച്വലി. എനിവേ AnTuTu സ്കോർ നോക്കുകയാണെങ്കിൽ 10 ലക്ഷത്തിന് അപ്പുറത്തേക്കുള്ള, അതായത് മോർ ദാൻ 1 million AnTuTu സ്കോർ ആണ് കാണിക്കുന്നത്. പിന്നെ ത്രോട്ട്ലിംഗ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നല്ല ത്രോട്ട്ലിംഗ് സ്റ്റെബിലിറ്റിയും കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡീസെന്റ് കാഷ്വൽ ലെവൽ ഗെയിമിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ BGMI 60 FPS ആണ് അൺലോക്ഡ് ആയിട്ട് കിട്ടുന്നത്. COD 90 FPS കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് 60 FPS മതിയെങ്കിൽ, ഈ പ്രൈസ് 90 FPS 120 FPS കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് 60 FPSന്റെ ഗെയിം പ്ലേ മതിയെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല സ്റ്റേബിൾ ഗെയിം പ്ലേ എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. പിന്നെ നോർമലി വിവോ ഫോൺസിൽ വരുന്ന ഒരു ഗെയിം ബാർ ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെ ഉണ്ട്. ബൈപാസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ചാർജ് തീർന്നു പോയാലും നിങ്ങൾക്ക് ഈ ഫോൺ ചാർജ് ചെയ്തുകൊണ്ട് കളിക്കാൻ പറ്റും. Android 15 ബേസ് ചെയ്തിട്ടുള്ള ഫണ്ട് ചോയ്സ് 15 ആണ് വന്നിരിക്കുന്നത്. ബബിൾ ഷൂട്ടറും ബ്ലോക്ക് ബസ്റ്റർ പോലുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഒക്കെ ഇവിടെ ഇട്ട് തന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഗെയിംസ് ആൻഡ് ആപ്ലിക്കേഷന് പ്രത്യേകം ഫോൾഡേഴ്സ് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ ഫോൺ സെറ്റപ്പ് ചെയ്യുമ്പോൾ ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റിന്റെ പ്രോമിസ് വിവോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഇസ് വെരി നൈസ് ആക്ച്വലി. നോർമലി 2 അല്ലെങ്കിൽ 3 വർഷത്തെ അപ്ഡേറ്റിന്റെ പ്രോമിസ് ആണ് വിവോ തരാറുള്ളത്. സൈലന്റ് കോൾ റെക്കോർഡിംഗ്, ലോക്ക് സ്ക്രീൻ കസ്റ്റമൈസേഷൻ, ആപ്പ് ക്ലോണിംഗ്, ആപ്പ് ലോക്ക് പോലുള്ള ഫീച്ചേഴ്സ് ഇതിന്റെ OSൽ വരുന്നുണ്ട്. AI ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ അറിയാലോ, ജെമിനി ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ജെമിനി ലൈവ് വർക്ക് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ജെമിനി ഉപയോഗിച്ച് മറ്റ് ഗൂഗിൾ ആപ്ലിക്കേഷൻസിൽ ടാസ്ക് ഒക്കെ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ടൈമർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, കാലണ്ടറിൽ റിമൈൻഡർ ഒക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. സർക്കിൾ ടു സെർച്ച് വരുന്നുണ്ട്. ഭാഷ മാറ്റി തരുന്ന AI സ്ക്രീൻ ട്രാൻസ്ലേഷൻ ഫീച്ചർ, നമ്മുടെ വോയിസിന്റെ ടെക്സ്റ്റ് സമ്മറി തരുന്ന AI ട്രാൻസ്ക്രിപ്റ്റ് അസിസ്റ്റ്, അതിനോടൊപ്പം തന്നെ ടെക്സ്റ്റ് ഒക്കെ എഡിറ്റ് മോഡിഫൈ ചെയ്ത് തരുന്ന AI ടെക്സ്റ്റ് എഡിറ്റർ ഫീച്ചർ ഒക്കെ ഇവിടെ വരുന്നുണ്ട്. 6500 mAhന്റെ യമണ്ടൻ ബാറ്ററിയാണ് തന്നിരിക്കുന്നത്. അത്രയും വലിയൊരു ബാറ്ററി ഉണ്ടായിട്ടും ഫോൺ ഞാൻ പറഞ്ഞില്ല, ലൈറ്റ് വെയിറ്റ് ആണ്, സ്ലിം ആണ്. പ്രത്യേകിച്ചും ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 7 Gen 4 ചിപ്സെറ്റ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് തരുന്നുണ്ട് ഈ ഒരു ഫോൺ. ഞാൻ പറഞ്ഞില്ല, ഈസിലി നിങ്ങൾക്ക് മോഡറേറ്റ് യൂസിൽ 1.5 day ബാറ്ററി ബാക്കപ്പ് കിട്ടും. പിന്നെ 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബോക്സിൽ ചാർജറും വരുന്നുണ്ട്. പലപ്പോഴും നമ്മളിങ്ങനെ വീഡിയോയിൽ പറഞ്ഞങ്ങ് പോകും, അതായത് ബോക്സിൽ ചാർജർ വരുന്നുണ്ട്. പക്ഷേ പല കമ്പനികളും ഇപ്പം ബോക്സിൽ ചാർജർ തരുന്നില്ല. സോ അങ്ങനെ നോക്കുമ്പോൾ ദാറ്റ്സ് എ വെരി ബിഗ് പ്ലസ് പോയിന്റ്. സോ മെയിൻ ക്യാമറ 50 MP സോണി IMX882 സെൻസറുള്ള ക്യാമറയാണ്. OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ക്യാമറയിലുള്ള സെൻസറും എക്സാക്ട്ലി സെയിം 50 MP സോണി IMX882 സെൻസറുള്ള ക്യാമറയാണ്. പക്ഷേ ഈ ക്യാമറ 3x പെരിസ്കോപ്പ് ടെലിഫോട്ടോ ക്യാമറയാണ്. ഇതും OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ ക്യാമറ 2 MP ബൊക്കെ ക്യാമറയാണ്. സോ ഈ ഫോണിൽ നിങ്ങൾക്ക് അൾട്രാവൈഡ് ക്യാമറ കിട്ടൂല. ഓക്കെ, മെയിൻ ക്യാമറ ആൻഡ് ടെലിഫോട്ടോ വെച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കേണ്ടി വരും. ഫോണിന്റെ ഫ്രണ്ടിൽ 32 MP സെൽഫി ക്യാമറയാണ് തന്നിരിക്കുന്നത്. വിവോയുടെ ഫോണാണ്. സോ ഞാൻ പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമില്ല. നല്ല ക്യാമറ പെർഫോമൻസ് ആണ്. നല്ല കളർഫുൾ വൈബ്രന്റ് ഫോട്ടോസ് ആണ് കിട്ടുന്നത്. ഈവൻ സ്കിൻ ടോൺ ആണെങ്കിൽ ഇതാ കണ്ടില്ലേ, ഇത് നോർമൽ ഫോട്ടോസ് ആണ്, പോർട്രേറ്റ് ഫോട്ടോസ് അല്ല, നോർമൽ ഫോട്ടോസ് ആണ്. 1x ഫോട്ടോസ് നല്ല ഔട്ട്പുട്ട് ആണ് കിട്ടുന്നത്. സ്കിൻ ടോൺ ആണെങ്കിലും ഡീറ്റെയിൽസ് ആണെങ്കിലും എല്ലാം നല്ലോണം തന്നെ എടുത്ത് കാണിക്കുന്നുണ്ട്. ബാക്കി പൂക്കളും ചെടികളും ബിൽഡിങ്സും സീനറി ഇതിന്റെ ഒക്കെ ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോൾ നല്ല ഡൈനാമിക് റേഞ്ച് ഉണ്ട്, ഡീറ്റെയിൽസ് ഉണ്ട്, കളേഴ്സ് ഒക്കെ ഉണ്ട്. അതായത് ഒരു പ്രോപ്പർ വിവോ ഫോട്ടോഗ്രാഫി എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ 100x വരെ സൂം ചെയ്യാൻ പറ്റും. സോ ഇതാണ് 1x, 2x, 3x, 10x ആൻഡ് 100x. ഒന്നുകൂടെ കാണിച്ചു തരാം. 1x, 2x,
3, 10, 100. സോ ഐ തിങ്ക് 10 വരെ നല്ല അത്യാവശ്യം നല്ല ഫോട്ടോസ് കിട്ടുന്നുണ്ട്. നല്ല ഡീറ്റെയിൽസ് ഉള്ള ഫോട്ടോസാണ് 10Xൽ എടുത്ത് തരുന്നത്. അത് ആ 3X പെരിസ്കോപ്പ് ക്യാമറ ഉള്ളതുകൊണ്ടാണ്. പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി നോക്കുകയാണെങ്കിൽ 1X, 1.5X, 2X, 3X ആൻഡ് 4X. ഒന്നുകൂടെ കാണിച്ചു തരാം. 1X, 1.5X, 2X, 3X ആൻഡ് 4X. സോ ഈ കാണുന്ന 5 ഫോക്കൽ ലെങ്സിൽ നിങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റും, പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റും. റിസൾട്ടൊക്കെ നല്ലതാണ്. വിവോയുടെ പോർട്രേറ്റ് ഫോട്ടോസ് ആണ്. സോ കട്ടൗട്ട് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആണെങ്കിലും സ്കിൻ ടോൺ ആണെങ്കിലും നല്ലതാണ് ഫോർ ദ പ്രൈസ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഡിഫറെൻറ്റ് ഫിൽറ്റേഴ്സ് കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ടെക്സ്ചർ, വിവിഡ്, നാച്ചുറൽ, ഇതാണ് 3 കളർ മോഡ്സ്. ഫോട്ടോസിൻ്റെ സെക്ഷനിൽ കയറിയിട്ട് മേളിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഫിലിം ക്യാമറ മോഡ് ആക്ടിവേറ്റ് ആവും. ഇവിടെ പലതരത്തിലുള്ള ഫ്രെയിംസും പിന്നെ നമ്മുടെ ഈ വാട്ടർമാർക്ക് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഞാൻ ചില സാമ്പിൾസ് ഒക്കെ ഷെയർ ചെയ്യാം. എക്സലൻറ്റ് സെൽഫി ക്യാമറ പെർഫോമൻസ് ആണ്. അതായത് വിവോയുടെ ഫോണിൽ നിന്ന് ഇപ്പോൾ ഇങ്ങനെ ബൈ ഡിഫോൾട്ട് ആണ്, അതായത് ഏത് പ്രൈസ് റേഞ്ച് ആണെങ്കിലും വളരെ നല്ല സെൽഫി ക്യാമറ പെർഫോമൻസ് ആണ് തരുന്നത്. അതായത് ഈ ഫോട്ടോ കണ്ടു നോക്കുക, നല്ല വെയിലത്ത് എടുത്തിരിക്കുന്ന ഫോട്ടോ ആണ്. അതായത് നല്ല എൻ്റെ കണ്ണ് പോലും തുറക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലൂ സ്കൈ ഉണ്ട്, എല്ലാം നല്ല ക്ലിയർലി കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഫേസ് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും നല്ല ക്ലിയർ ആണ്. സോ ഐ റിയലി ലൈക്ക് ദ സെൽഫി ക്യാമറ പെർഫോമൻസ്. ഈവൻ ആർട്ടിഫിഷ്യൽ ലൈറ്റ് ആണെങ്കിൽ ഇത് ഇൻഡോർ ആണ് എടുത്തിരിക്കുന്നത്, അവിടെ നല്ല പെർഫോമൻസ് ആണ്. ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ ആൻഡ് റിയർ ക്യാമറ രണ്ടും വെച്ച് നമുക്ക് 4K വീഡിയോസ്, ഞാൻ സാമ്പിൾ ഷെയർ ചെയ്യുന്നുണ്ട്, 4K 30 FPS വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. മെയിൻ ക്യാമറ വീഡിയോ നോക്കുകയാണെങ്കിൽ നല്ല സ്റ്റേബിൾ വീഡിയോ ആണ്. 4K 30 FPS അത്യാവശ്യം സ്റ്റേബിൾ ആണ്. സെൽഫി ക്യാമറ വെച്ച് എടുക്കുമ്പോൾ 4K 30 FPSൽ ചെറിയ സ്റ്റെബിലൈസേഷൻ ഉണ്ട്. പക്ഷേ നിങ്ങൾ ഭയങ്കരമായിട്ട് നടന്നുകൊണ്ടൊക്കെ വീഡിയോ എടുക്കുമ്പോൾ കുലുക്ക നിങ്ങൾ ഫേസ് ചെയ്യും. അതിനുവേണ്ടി ഇവിടെ പ്രത്യേകം ആ സ്റ്റഡി ഫേസിൻ്റെ ഫീച്ചർ തന്നിട്ടുണ്ട്. അത് ആക്ടിവേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് 1080p റെസൊല്യൂഷനിൽ സ്റ്റേബിൾ സെൽഫി വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. ക്യാമറ ബേസ്ഡ് AI ഫീച്ചർ നോക്കുകയാണെങ്കിൽ അനാവശ്യമായ ഓബ്ജക്ട്സ് എടുത്ത് മാറ്റി തരുന്ന AI ഇറേസ് ഫീച്ചർ വരുന്നുണ്ട്. അതുപോലെ തന്നെ AI റിഫ്ലക്ഷൻ റിമൂവർ, പിന്നെ സബ്ജക്റ്റിനെ ഇങ്ങനെ സെലക്ട് ചെയ്ത് വലുതാക്കി ചെറുതാക്കി അവിടെ പ്ലേസ് ചെയ്ത് തരുന്ന AI മാജിക് മൂവ്, ഒരു ഇമേജ് എക്സ്പാൻഡ് ചെയ്ത് തരുന്ന AI ഇമേജ് എക്സ്പാൻഡർ, ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള AI ഫോട്ടോ എൻഹാൻസർ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണക്ടിവിറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂ NFC ഒഴികെ ബാക്കി എല്ലാം ഇവിടെ വരുന്നുണ്ട്. സോ ഡ്യുവൽ നാനോ സിം സ്ലോട്ട്, Wi-Fi 6, Bluetooth 5.4, IR ബ്ലാസ്റ്റർ, 11 5G ബാൻഡ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എൻ്റെ ഇനീഷ്യൽ യൂസിൽ കണക്ടിവിറ്റി, ഫോൺ കോളിംഗ്, 5G സ്പീഡ് അതൊക്കെ പക്കയായിരുന്നു, നോ ഇഷ്യൂസ്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ തന്നിട്ടുണ്ട്, അതൊക്കെ നല്ല ഫാസ്റ്റ് ആയിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട്. 6.7 ഇഞ്ച് സൈസുള്ള ഫുൾ HD+ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന 120 Hz AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ക്വാഡ് കർവ് ഡിസ്പ്ലേ ആണ്, അതായത് ലെഫ്റ്റ് റൈറ്റ് ടോപ്പ് ബോട്ടം 4 സൈഡിൽ നിന്നും ചെറിയ രീതിയിൽ കർവ് ആവുന്നുണ്ട്. ഔട്ട് ഓഫ് ദ ബോക്സ് സ്ക്രീൻ പ്രൊട്ടക്ടറുമായാണ് വരുന്നത്. ഷോർട്ട് സെൻസേഷൻ കോറിന്റെ പ്രൊട്ടക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഈവൻ HBM ബ്രൈറ്റ്നസ് നോക്കുകയാണെങ്കിൽ അത് അത്യാവശ്യം ഉണ്ട്. ഓക്കെ, 1500 നിറ്റ്സിന്റെ HBM ബ്രൈറ്റ്നസ് ഒക്കെ ആയതുകൊണ്ട് ഔട്ട്ഡോർ ഇൻഡോർ എവിടെ കൊണ്ടുപോയാലും എല്ലാം നിങ്ങൾക്ക് നല്ല ക്ലിയർലി വായിച്ചെടുക്കാൻ പറ്റും. പിന്നെ HDR10+ സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ ആണ്. അത് യൂട്യൂബിൽ മാത്രമല്ല ഈവൻ നെറ്റ്ഫ്ലിക്സിലും ആ റേറ്റിംഗ് വരുന്നുണ്ട്. ദാറ്റ് ഈസ് ഓൾസോ വെരി ഗുഡ്. പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും കൊടുത്തിട്ടുണ്ട്. അതിന്റെ പെർഫോമൻസ് എനിക്ക് ഓക്കെ ആയിട്ടാണ് തോന്നിയത്. 8GB 128GB വേരിയന്റ് പ്രൈസ് ആണ് 27,990 രൂപ. ലോഞ്ച് ഓഫറിന്റെ ഭാഗമായിട്ട് അത് വിവോ പറയുന്നതനുസരിച്ച് 29-ാം തീയതി മാത്രമേ കിട്ടുള്ളൂ ഈ ഒരു ഓഫർ. ഒക്കെ 24,990 രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, ബാക്കി പ്രൈസിങ് ഡീറ്റെയിൽസ്, ഓഫർ ഡീറ്റെയിൽസിന്റെ ഇമേജ് ഒക്കെ ഞാൻ സ്ക്രീനിൽ ഷെയർ ചെയ്യുന്നുണ്ട്. സോ ഈ ഫോൺ ഓവറോൾ നോക്കുകയാണെങ്കിൽ, സോ ഡിസൈൻ ആണെങ്കിൽ നല്ലൊരു ഡിസൈനിലാണ് വരുന്നത്. പിന്നെ ഡിസ്പ്ലേ 120 Hz AMOLED ഡിസ്പ്ലേ ഉണ്ട്. വലിയ ബാറ്ററി 6500 mAh ബാറ്ററി, ഫാസ്റ്റ് ചാർജിങ്, ബോക്സിൽ ചാർജർ ഉണ്ട്, ടെലിഫോട്ടോ ക്യാമറ കൊടുത്തിട്ടുണ്ട്. യെസ്, അൾട്രാവൈഡ് ക്യാമറ ഇല്ല, പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ അതിൻ്റെ ഇല്ലായ്മ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഈ പ്രൈസ് പോയിന്റിൽ നല്ല ഫോട്ടോഗ്രാഫി പെർഫോമൻസ് തരുന്ന ഒരു ഫോണാണ് ഈ വിവോ T4 Pro. ബാക്കി ഈ ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമൻറ്റ് ബോക്സ് എഴുതി അറിയിക്കുക. ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ബൈ.